ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഷിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബാഗിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കുന്ന ഒരു വീഡിയോ ആണ്. എൻ്റെ സ്കൂൾ ബാഗിൽ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നോക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിന് മുന്നേ ഒരാളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വായോ. ഇതാണ് ആൾ. ഇവൻ്റെ പേര് എന്താണ്? യെസ്. അപ്പോൾ ഹായ് പറ. ഹായ്. അപ്പോൾ ഇവനിൻ്റെ കൂടെ എന്ത് ചെയ്യാൻ വരുന്നുണ്ട്? ബാഗ് നോക്കാൻ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാ ഇവിടെ ഇരുന്നു. അപ്പോൾ ഗൈസ്, എൻ്റെ ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇത് ഈ പ്രാവശ്യത്തെ ബാഗാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ബാഗാണ്, കാരണം ഞാൻ പ്രാവശ്യം ബാഗ് വെച്ചില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം അല്ലേ? യെസ് പറ. ഇതങ്ങോട്ട് മാറ്റിയേക്ക്. അപ്പോൾ അങ്ങോട്ട് വായോ, അല്ലാതെ പിടിച്ചിരുന്നോ? അങ്ങോട്ട് വാ. അവിടെ എവിടെയെങ്കിലും. ഓക്കെ, ഇത് കിട്ടി. ഫസ്റ്റ് ഈ സിബിലല്ല. ഫസ്റ്റ് ഈ സിബിൽ എന്താ നോക്കാം. ഈ സിബിൽ ഞാൻ ഒന്നും വെക്കാറില്ല. കണ്ടോ, ഒരു കുന്തുമില്ല ഈ സിബിൽ പറയണത്. കണ്ടോ, ഒന്നുമില്ലല്ലോ. ഈ സിബിൽ ഒന്നുമില്ല ഗൈസ്. ഈ സിബിൽ ഞാൻ അങ്ങനെ വെക്കാറില്ല. ഇത് ടൈറ്റല്ല, ഈ സാധനം ടൈറ്റല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ഇതിലെന്ത് ചെയ്യില്ല, വെക്കാറില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ് തോന്നുന്നു ബാഗൊക്കെ കാണിക്കണത്. കറിയില്ല, എന്തായാലും ഇഷ്ടമാണ് തോന്നുന്നു. യെസ്, ഓക്കെ. അപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്നത് ഒരു ഡയറിയാണ്. ഇത് സ്കൂൾ ഡയറി ആട്ടോ, സ്കൂൾ ഡയറിയാണ്. യെസ്, എൻ്റെ സ്കൂൾ കാണിച്ചു തരാം ഗൈസ്. ദിസ് വൺ. ഇതൊരു ബ്ലോക്കാണ്. ഇതിൻ്റെ മുഴുവനായിട്ടുള്ളത് ഇത് വേറൊരു ബ്ലോക്കാണ്. യെസ്, ഇതും എൻ്റെ സ്കൂളാണ്. ഇത് എൻ്റെ സ്കൂളാണ്. പിന്നെ ഇതും എൻ്റെ സ്കൂളാണ്. ഇത് സ്കൂളിൻ്റെ ബോർഡാണ്. അപ്പോൾ ഇവിടേക്ക്, അപ്പോൾ ഞാൻ CBSE സ്കൂളിലാണ് പഠിക്കുന്നത് കേട്ടോ. അതാണ് ഡയറിയൊക്കെ. ഗവൺമെൻറ്റിൽ ഉണ്ടാവുന്ന അറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ ഒരിക്കലും ഗവൺമെൻറ്റിനെ പുച്ഛിക്കുന്നില്ല. ഗവൺമെൻറ് നല്ല പഠിപ്പിക്കും കേട്ടോ. അപ്പോൾ എല്ലാ സ്കൂളും നല്ല പഠിപ്പിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു ഡയറിയാണ്. ഇതിൽ പറയുന്നത് ടൈം ടേബിളൊക്കെ എഴുതി വെക്കാൻ പറ്റിയൊരു ഡയറിയാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ എന്താ പറയുക, പാക്ക അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ എന്താ പറയുക, ഇങ്ങനെ ടൈം ടേബിൾ എഴുതി വെക്കാനും പിന്നെ ബസ് ചേഞ്ചും പിന്നെ ലീവായതിൻ്റെ കാരണങ്ങളും അങ്ങനെ പലതും, പിന്നെ നോട്ട് കംപ്ലീറ്റ് ആയ അങ്ങനെ പലതും എഴുതാനാണ് സംഭവം. ഇതിലാണ് ഞാൻ ഫസ്റ്റത്തെ സിബിലാണ് ഡയറി വെക്കാറ്. എന്താ വെച്ചാൽ ബാക്കിത്തെ സിബിൽ വെച്ചാൽ എല്ലാ ബുക്കിൻ്റെ ഇടയിൽ നിന്ന് ഇതിനെ കാണില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ വെക്കുന്നതാണ് എൻ്റെ പൗച്ച്. ഒരു മിനിറ്റ്. ഇതാണ് എൻ്റെ പൗച്ച് പറയുന്നത് ഗൈസ്, കണ്ടല്ലോ. ഇതാണ് എൻ്റെ പൗച്ച്. അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. അപ്പോൾ എന്താ പറയുക, ഇതാണ് എൻ്റെ പൗച്ച്. ലിങ്ക് കിട്ടിയെങ്കിൽ അവിടെ കൊടുക്കാം, ചിലപ്പോൾ ഇനി കിട്ടില്ല, എനിക്കറിയില്ല, നോക്കട്ടെ. അപ്പോൾ ഇത് ഓഫറിനൊക്കെ കിട്ടിയതാണ്. ഇതിൻ്റെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ, ഇങ്ങനത്തെ വേറെ ആയിട്ടുള്ളത്, ബ്ലൂ കളറായിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് എൻ്റെ പൗച്ച് എന്ന് പറയുന്നത്. ലുക്ക് മൈ പൗച്ച്. അപ്പോൾ പൗച്ചിൽ എന്തൊക്കെ ഉണ്ടെന്ന് ലാസ്റ്റ് കാണിക്കണം, ഇപ്പോൾ കാണിക്കണം, ലാസ്റ്റ് കാണിക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതിലത്തെ കഴിഞ്ഞു കേട്ടോ. കണ്ടോ, ഇതിൽ പിന്നെ ഞാൻ ഒന്നും വെക്കാറില്ല. പൗച്ചും ഡയറി മാത്രമേ വെക്കാറുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് സിബായിട്ടുള്ളത് ലഞ്ച് വെക്കുന്ന ഒരു സിബാണ്. കണ്ടോ, ഒന്നുമില്ല, ലഞ്ച് വെക്കുന്ന സിബാണ്. പിന്നെ ഈ സിബിലാണ് നമ്മൾ മെയിൻ സംഭവം പറയുന്നത്. ബുക്സ് മാത്രം കേട്ടോ. ഇതിൽ ബുക്സാണ്. കണ്ടോ, എല്ലാ ബുക്കും ഉണ്ട് ഇതിൽ. ഓരോന്ന് കാണിക്കണം എന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയാണ് നെയിൽ സ്ലിപ്പ് ഒട്ടിക്കാറുള്ളത്. നിങ്ങളെങ്ങനെ ഒട്ടിക്കാറ്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ട് ഇപ്രാവശ്യം എന്താ ചെയ്യാൻ
സൈഡിലായിക്കോട്ടെ വിചാരിച്ചിട്ട്. എൻ്റെ ഹാൻഡ് റൈറ്റിങ് എൻ്റെ എഴുതണമെന്ന് വലിയ രസമല്ല, കുഴപ്പമില്ല. ഇതാണ് എൻ്റെ എഴുത്ത് പറയുന്നത്. ഇതൊക്കെ എൻ്റെ എഴുത്താണ്. ഞാൻ വലുതാക്കി ചക്കപ്പോത്ത് മാതിരിയാണ് എഴുതുക, ചെറുതായിട്ട്, എന്നാലൊക്കെ കണ്ണു കാണുള്ളൂ പിടിക്കാനൊക്കെ. പിന്നെ ആ ഒക്കെ മറ്റിച്ച് അതിൽ ലാസ്റ്റ് കാണിക്കാൻ വെച്ചിട്ട് നമ്മൾ ഇത് നോക്കാം, ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അടി ആ അടി ആ അടി അടിക്ക് ഞാൻ തെറ്റി. ആ ഓക്കെ, യെസ്. അപ്പോൾ പിന്നെ ഇതാണ് SS നോട്ട്. SS നോട്ട് നല്ല എന്താ പറയുക, വൃത്തിയാന്നൊക്കെ പറഞ്ഞു ടീച്ചർ പ്രിൻസിപ്പൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് വലിയ വൃത്തിയായിട്ട് തോന്നിയില്ല, ചക്കപ്പോട്ട് മാതിരി എഴുതിയിരിക്കണം കേട്ടോ. പിന്നെ ആ ടീച്ചർക്ക് നല്ല വലുതാക്കി കാണുന്ന രീതിയിലൊക്കെ എഴുതണം ഇഷ്ടം. ക്യൂട്ടാവാൻ വേണ്ടിയിട്ട് കുറേ പേര് മെല്ലെ എനിക്ക് കണ്ണ് കാണാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയിരിക്കണത്. അല്ലാതെ ഞാൻ പിന്നെ എന്താ പറയുക അതൊന്നും എടുക്കാൻ പഠിക്കണം നേരത്തെ നമുക്ക് കണ്ണ് കാണണ്ടേ. പിന്നെ SS നോട്ട് എല്ലാ ഹാൻഡ് റൈറ്റിങ്ങും ആണ്. ഇത് സയൻസ് ആട്ടോ, മറ്റേ SS. ഓക്കെ, എനിക്ക് ഇടക്കിടക്ക് പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടെസ്റ്റോളൊക്കെയാണ് ഇത്രയൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ കാണിച്ചത് വലുതായിട്ടൊന്നും ഞാൻ കാണില്ല. അപ്പോൾ ഈ ഒരു ഇതിലാണ്. പിന്നെ ഇവിടെ ഒരു കളിയുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇവിടെ ഒരു കളിയുണ്ട്. അതിൽ എന്ത് പറയുന്നത് ബുക്സാണ്. ബുക്ക് മീൻസ് ഒരു കുഞ്ഞു മിനി ബുക്ക്. അവിടെ റോബോട്ടിനെ എടുത്തിട്ടുണ്ട്. ആ ഇതാണ് ഒരു മിനി ബുക്കാണ്. ഇതിൽ ഞാൻ സീക്രട്സും എല്ലാം ഒക്കെ എഴുതും. ഇതൊരു മിനി ബുക്സാണ് കണ്ടോ. ഓക്കെ, ഇത് അതിൻ്റെ കൂടെ ഞാനൊരു വെറുതെ ഉണ്ടാക്കിയൊരു ബുക്ക് മാർക്കർ കണ്ടു. ഞാൻ ഉണ്ടാക്കിയതല്ല, എൻ്റെ ഫ്രണ്ട് ഫിന ഉണ്ടാക്കിയതാണ്. അവൾ നല്ല അല്ലാതെ ഉണ്ടാക്കും കേട്ടോ. കണ്ടോ ബുക്ക് മാർക്കർ. ഫിനിൻ്റെ ഒരു ഫ്രണ്ടാണ്. ഫ്രണ്ട്. ആ അപ്പം ഇത് ടു-ഡു ലിസ്റ്റിന് ഇത് ഇവിടെ ഞാൻ സ്റ്റിക്കർ ഒട്ടി ചെയ്യുന്നത്. ഇതും എനിക്ക് ഇത് ഈ ബുക്ക് ഫിന ഉണ്ടാക്കിയത്. ഈ ബുക്ക് ഞാൻ ഉണ്ടാക്കിയതാട്ടോ. ആ ബുക്ക് മാർക്കർ മാത്രമേ ഉണ്ടാക്കിയതല്ല. ഇപ്പം ഇതാ ഇത് ഒരു ടു-ഡു ലിസ്റ്റാണ്. എനിക്ക് ഇമ്പോർട്ടൻസ് ഒക്കെ ഉള്ളത് എഴുതി വെക്കാനും. പിന്നെ ഇതിൽ കൂടെ ഒരു പോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയ മീൻ ഇതൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും ഉണ്ട്. ആ യെസ്, അതിൻ്റെ പേരെന്താ? റോബോട്ട്. മതി, ആയിക്കോട്ടെ. അപ്പോൾ ഇതാ കണ്ടോ, ബുക്കാണ് 2 എണ്ണം. അത്ര ഉള്ളൂ. പിന്നെ നോട്ടൊക്കെ ഞാൻ നോക്കട്ടെ. പിന്നെ എൻ്റെ പൗച്ചിത്ത് കാണിച്ചില്ല അല്ലേ? ഒരു മിനിറ്റ് ഇതൊക്കെ പൗച്ച്. അപ്പൊ ഇതാണ് എൻ്റെ പൗച്ച് പറയുന്നത്. ഇത് ഫസ്റ്റ് സിബ് വരുന്നുണ്ട്, പിന്നെ സെക്കൻഡ് സിബും വരുന്നുണ്ട്. ഇത് അറിയില്ല. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സിബിൽ എന്താണ് ആരെ പൊട്ടിച്ചേ? അല്ല, ഇതിന്റെ കയ്യാരെ പൊട്ടിച്ചേ? അപ്പൊ ഇതാണ് ഒരു പേന പറയണത്. കണ്ടോ,
ഇതിൽ മൊത്തം പേനാണ്, അല്ലാതെ ഒന്നും നമുക്കറിയില്ല. എനിക്ക് ടോട്ടലി 3 പേനുണ്ട്. കാരണം എൻ്റെ എല്ലാം ചില പേന് മഷി വരില്ല. ഇതിലൊന്നും മഷി ഉണ്ട്, ഇങ്കുണ്ട്, പക്ഷേ ഇങ്ങനെ ചില സമയത്ത് വരില്ല. ഞാൻ എല്ലാം നല്ല വലിയ മോനായിട്ടുള്ളതാണ് മേടിക്കുക. കണ്ടു, ഇതിനും ഞാൻ എല്ലാത്തിനും പ്രൈസ് പറയുക 10 രൂപ. ഇതാ കണ്ടോ, 10 രൂപ. ഇതാ കണ്ടോ, 10 രൂപ. ഇത് ബ്ലാക്ക് പെന്ന്, ഇത് ബ്ലൂ പെന്ന്, ഇത് ബ്ലൂ പെന്ന്. ഞാൻ ബ്ലൂ പെന്നാണ് ഉപയോഗിക്കാറ്. ബ്ലാക്ക് പെന്ന് വേറെ എന്തെങ്കിലും ഉപയോഗിക്കും. യെസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഒരു സിബിൽ പറയുന്നത് അല്ലേ? ഇത് കാണിച്ചു കൊടുക്കും, ഓരോന്ന് കാണിച്ചു കൊടുക്കും. ബ്ലൂ കളർ. ഇതും അത് ബ്ലൂ കളർ. അത് ബ്ലൂ, ഇതും ബ്ലൂ. പിന്നെ അതും ബ്ലൂ കളർ. ഇതും ബ്ലൂ, ഇത് ബ്ലൂ ട്ടാ. ഇത് ബ്ലാക്ക് കളർ. ബ്ലാക്ക്. ഇത് ബ്ലാക്ക് ട്ടാ. ഹായ് ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ പെന്നി വഴി. ഇതാണ് ഗൈസ് സിയൻ്റെ പെന്നി വഴി. ഇതാണ് ഗൈസ് ഇതിന്റെ പെന്ന്. അപ്പോൾ ഗൈസ് ഇതാ ഇനി നമുക്ക് ഇവിടുത്തെ സിബിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം അല്ലേ? ഈ 2 സിബുണ്ടോ? 2 പെൻസിൽ. ഇത് നീ എൻ്റെ പെൻസിലൊക്കെ കൊണ്ടുവട്ടാ. അതെന്റെ അപ്പോൾ ഇതാ ഇത് ഒരു പെൻസിലുണ്ട്. കണ്ടോ ഒരു പെൻസിലുണ്ട്. എൻ്റെ ഒരു പെൻസിലുണ്ട്. ഒരു പെൻസിൽ ഇത് എന്താ പറയുക, ഗൾഫിൽ നിന്നത്തെ ഒരു പെൻസിലാണ്. അപ്പോൾ ഇതാ ഒരു വൈറ്റ്നർ ഉണ്ട്. ഇതാ കണ്ടോ, ഒരു വൈറ്റ്നർ നമ്മൾ വേണേറ്റ് തെറ്റുമ്പോൾ ഇതാക്കണേ ഉണ്ട് വൈറ്റ്നർ. കണ്ടോ, ഒരു 15 ഉറുപ്പ്യുള്ളൂ ഇതിന്. ഇതിൻ്റെ വില അറിയില്ല. ഇതിനൊരു 15 ഉറുപ്പ്യുള്ളൂ. ഒരു 30 ഉറുപ്പ്യൻ്റെ ഉണ്ടായിരുന്നു, അത് ഇത് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊരു 15 ഉറുപ്പ്യൻ്റെ ഒരു വൈറ്റ്നർ. ഇത് പിന്നെ ഗൾഫാണ്. പിന്നെ ഇതാക്കണ്ടോ, ഞാൻ ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നു. പിന്നെ എനിക്ക് ഒരു ബോറായപ്പോൾ ഞാൻ വെച്ചു. അപ്പോൾ ഇത് ഹൈലൈറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഹൈലൈറ്റർ ബ്ലൂ ഹൈലൈറ്റർ ആണ്. കണ്ടോ, കണ്ടുണ്ടോ? യെസ്, ബ്ലൂ ഹൈലൈറ്റർ ആണ്. ഓക്കെ, കണ്ടോ? ഇത് ഹൈലൈറ്റർ ഇല്ല. കാണിച്ചു കൊടുക്ക്. ഇത് ഹൈലൈറ്റർ ആണ്. വൈനർ. ഇത് ഇങ്ങനെ പീച്ചല്ലേ. ഇത് വൈനറാണ്. പെൻസില്. ഇത് പെൻസിലാണ്. കാണിച്ചു കൊടുക്ക, നല്ലപോലെ കണ്ടില്ല. ഇത് പെൻസിലാണ്. ഇനി മതി. ഇത് സ്കെയിലാ പറയും. ഇത് സ്കെയിലാണ്. ഇതിൻ്റെ ഇത് എന്നിലെ ശരിക്കും സ്കെയില് ഒന്നല്ലേ ബെനെടുക്കണ നേരത്തെ ഒന്ന് പൊട്ടി. അപ്പോൾ അതാണ് കട്ടർ. ഇതാണ് കട്ടർ. കട്ടർ. ഇത് കട്ടറാണ് ഗൈസ്. ഇത് അപ്സരൻ്റെ കട്ടറാണ്. അയ്യോ, കച്ചറ കളഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ അതാ ഇത് എന്താ പറയുക, ഈ കട്ടറാണ്. കച്ചറ കളഞ്ഞിട്ടില്ല. ഇത് കച്ചറ കളഞ്ഞിട്ട് വന്നാ എവിടെ കളയേണ്ടിന്ന് അറിയോ? ആ കബോർഡിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബാസ്ക്കറ്റ് ഉണ്ട്, അതിൽ കളഞ്ഞാണ്. അപ്പോൾ അതുണ്ട്. പിന്നെ ഒരു ഡബ്ബറുണ്ട്. ഇതും അപ്സരൻ്റെ ഡബ്ബറ തന്നെയാണ്. കണ്ടോ, ഒരു കുഞ്ഞു ഡബ്ബർ. ചളിയെ കൊടുത്ത്
എവിടെ കളഞ്ഞ ചെല്ല കളഞ്ഞു ആ ബാസ്കറ്റിൽ. നോട്ടെ. ഓക്കെ വേണ്ട, ഇവിടെ ഇരുന്ന താഴെയില്ല. എൻ്റെ കുട്ടിയാണ്. ഇതൊക്കെയാണ് ഗായ്സ് എൻ്റെ പൗച്ചിലുള്ളൊരു എണ്ണങ്ങൾ. അപ്പോൾ ഇതാണ് എൻ്റെ പൗച്ചിലുള്ള സാധനങ്ങൾ. നമുക്ക് എന്ത് ചെയ്യാം, എടുക്കുക. യെസ്, എന്നിട്ട് നമ്മൾ ഫോൺ കാണാൻ പോവാ. ഫോൺ കാണാൻ പോവേ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഇരിക്കും, ഇവിടെ നിൽക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്കും സബ്സ്ക്രൈബ് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴത്തേനും അതുവരെക്കും ബൈ. ബൈ. ബൈ.